ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഹെൽത്തി ടേസ്റ്റിയായ ഒരു കടുമാങ്ങ അച്ചാർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഒരു കിലോ 1.5 കിലോ മാങ്ങ മേടിച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് കഴുകണം. നമ്മളിതിൻ്റെ തൊലി കളയുന്നതന്നില്ല. അതുകൊണ്ട് നല്ലതായിട്ട് കഴുകിയിട്ട് ഈ മാങ്ങ ഒന്ന് തുടച്ച് ഒരു കോട്ടൺ തുണി വെച്ചോ ടിഷ്യൂ വെച്ചോ തുടച്ച് നമുക്ക് എടുക്കണം. മാങ്ങ നല്ലതായിട്ട് ഏതെങ്കിലും ടിഷ്യൂ വെച്ച് ഇങ്ങനെ വെള്ളം തുടച്ച് നമ്മളിനി അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. കടുമാങ്ങയ്ക്ക് അരിയുമ്പോൾ നമ്മളിങ്ങനെ മാങ്ങ നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ അതിനെ ചെറുതാക്കും. കടുമാങ്ങയ്ക്ക് എപ്പോഴും ഇനി അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ മാങ്ങയിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മസാലയെല്ലാം ആയതിന് ശേഷം അതിലേക്ക് ഇട്ടാൽ മതി. ഇങ്ങനെ അടച്ച് വെക്കാം. കൂട്ടുകാരെ, അതിൻ്റെ അകത്ത് ചേർക്കാനുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് അതിനകത്ത് ചേർക്കാനുള്ള മസാല. പിന്നെ ഞാനൊരു 1.5 സ്പൂണ് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വറുത്ത് അത് പൊട്ടിക്കഴിയുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കതിന് വേണ്ട വഴറ്റാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് കടുക് വറുക്കാൻ ആവശ്യമാണ് കടുക് വേണം, ഉലുവ ചെറുത് വേണം, പിന്നെ അതിനകത്ത് ഇഞ്ചി, ഒരു ചെറിയ ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് കടുക് വറുക്കാൻ വേണം. ഇനി ഒരു പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോൾ ഈ നല്ലെണ്ണ ഒരു 50 ഗ്രാം ഒഴിക്കണം. അതൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് സ്പൂണും കടുക് ഇടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറേ ലേശം ഉലുവ ഇടണം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നേരെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇത്രയൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചുമക്ക് വറക്കണം നമുക്ക്. അന്നേരം ഈ നല്ലെണ്ണയിൽ കിടന്ന് ഇതൊന്ന് വറക്കുന്ന മണം ഭയങ്കര നല്ല മണമാണ്. ഇത് ആക്ച്വലി ഞാൻ ഈ ബഹ്റി വെച്ച് ഇതെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ വന്നേ പിന്നെ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇവിടെ മാങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ. കഴിഞ്ഞ ദിവസം മലയാളിക്കടയിൽ ചെന്നപ്പോൾ മാങ്ങ ഇരിക്കുന്ന കണ്ടപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചൊരു മാങ്ങ മേടിച്ചാൽ ചിലടാവും. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇട്ടപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാൻ വയ്യാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത്. എല്ലാ ദിവസവും ഒന്നും വേണമെങ്കിൽ എനിക്ക് ഓഫുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കാനൊക്കെ വീഡിയോ എടുത്ത് പിടിക്കും. അത് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പം അപ്ലോഡ് ചെയ്ത് ഇടുന്നത്. നിങ്ങളെല്ലാവരും ഇതെല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. കുറേ കൂട്ടുകാരൊക്കെ എന്നോട് എൻ്റെ പേഴ്സണലി വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ പറയുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വറുത്ത് ഇടുന്നുണ്ട്. ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. വറുക്കുമ്പോൾ അത് മുരിഞ്ഞെന്നർത്ഥം. അപ്പോൾ ഈ കരിവേപ്പിലെല്ലാം മുരിഞ്ഞ് ഉള്ളിയെല്ലാം മുരിഞ്ഞ് ഒരു മണം വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീ അങ്ങ് കുറയ്ക്കണം. തീ കുറച്ചതിന് ശേഷം നമുക്കിനി പൊടികളിടാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം നമ്മളിടാൻ പോവുകയാണ്. പൊടികളിട്ട് നല്ലതായിട്ട് എണ്ണയിൽ ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിയിടണം. വിനീഗർ ഒഴിച്ച് അതിൻ്റെ ആ ഒരു പച്ച കുത്തു മാറുന്നിട വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആ മാങ്ങ അരിഞ്ഞ് വെച്ചത് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കണം.
ഇതിങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് മാങ്ങയുടെ ഉപ്പ് നോക്കണം. ഉപ്പിന് ലേശം കുറവുണ്ടെങ്കിൽ അത് ഇടണം. ഞാൻ ഓൾറെഡി നോക്കി ഉപ്പൊക്കെ ഉണ്ട്, കറക്റ്റാണ്. ഉപ്പ് വേണ്ടവർക്ക് കുറച്ചുകൂടി ഉപ്പ്. പിന്നെ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ വിനീഗർ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് ചൂട് മാറി കഴിയുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലിട്ട് വയ്ക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.